നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഞാൻ രണ്ട് ചെറിയ സംഭവങ്ങൾ പല വിഷയത്തിൽ കിടക്കാം. ഒന്ന്, തെറ്റിദ്ധാരുണ്ടാക്കുന്ന അപകടം. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പലചരക്ക് കട, ഒരു ഷോപ്പ്. ആ ഷോപ്പിലൊരു വേലക്കാരൻ. ഈ വേലക്കാരൻ കൃത്യസമയത്ത് ഭാര്യ ഭർത്താവിന് ചോറ് കൊടുത്തു കൊടുക്കും. ഇവനെവിടേക്ക് കളിച്ചിരിച്ചു കഴിഞ്ഞ് കുറേ വൈകിയാണ് ചോറ് കൊണ്ടുവരുന്നത്. ചോറ് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എന്ത് വൈകിയെന്ന് ചോദിച്ചാൽ പറയും, എൻ്റെ മുതലാളി പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആണുങ്ങൾ വരും, പിന്നെ ഉടമസ്ഥ ഈ വീട്ടുകാരും അവർ തമ്മിലുള്ള കളിയും ചിരി തമാശക്കാണ്, അതാണ് ഭക്ഷണം തരാൻ താമസിച്ചത് പറയും. അപ്പോൾ ചെറിയ വൈരാഗ്യമായി ഭർത്താവിന് മുമ്പിൽ ചെറിയ സംശയമായി. ഇവിടെ തിരിച്ച് പാത്രം കൊണ്ട് കൊടുക്കുമ്പോൾ വെള്ളം വേകും. അപ്പോൾ ചോദിക്കും, ഞാൻ കൊണ്ട് കൊടുത്ത് കാര്യമുണ്ടോ? ഭർത്താവ് മുതലാളി തിന്നില്ലെങ്കിൽ പാത്രം വേണ്ടേ? അവിടെ കുറേ പെണ്ണുങ്ങൾ വരും, മുതലാളി അവർ കേട്ടൊക്കെ ചിരിയൊക്കെയാണ്. അപ്പോൾ ഭാര്യയുടെ മുമ്പിൽ ചില സംശയം. അങ്ങനെ രണ്ടു കൂട്ടരും വൈരാഗ്യം ഇങ്ങനെ പിണക്കം കണ്ടാൽ മിണ്ടാത്ത വരികയായി. ഇതെന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ഈ വേലക്കാരൻ പയ്യാണ് ഞാൻ ബുദ്ധിയുള്ള അവൻ മാഡം ഒരു കാര്യം ചെയ്യും, ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ ഭർത്താവ് തലയിൽ 2 രോമം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതുകൊണ്ടൊരു പ്രയോഗമുണ്ട്, അപ്പോൾ നിങ്ങൾ പിണക്ക് തീരുന്നു പറഞ്ഞു. സമ്മതിച്ചു. ആയിട്ട് മുതലാളിയോട് പറഞ്ഞു, മുതലാളി ഇന്ന് കിടക്ക് സൂക്ഷിക്കണം, ഭാര്യ ചിലപ്പോൾ കൊല്ലാൻ കത്തിയായിട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കം നടിച്ച് ഭർത്താവ് കിടക്കണം. പറഞ്ഞ പോലെ ഉറങ്ങിക്കഴിയുമ്പോൾ ഭാര്യ കത്തിയായിട്ട് 2 രോമം എടുക്കും. പക്ഷെ 2 രോമം എടുക്കാനാണ് വന്നത്. പക്ഷെ ഭർത്താവ് തെറ്റിദ്ധരിച്ച് കൊല്ലാനാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് ആ വാങ്ങിച്ച് ഭാര്യയെ കൊന്നു. ഇയാൾ ജയിലിലും പോയി. നല്ലൊരു സ്ഥാപനം നശിച്ചുപോയി. ഇതിനിടയ്ക്ക് പറ്റിയ സംശയം എന്ന് വെച്ചാൽ, ഇങ്ങനെ സംശയം തോന്നിയപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്ന് സത്യം അറിയാൻ ആഗ്രഹം ഉണ്ടായതെങ്കിൽ ഈ വിഷയം ഉണ്ടാവുമോ? ഇപ്പോൾ സത്യം അറിയാതെ പോയതിന് പേരിലാണ് ഈ കുഴപ്പമുണ്ടായത്. ഇത് നമുക്ക് പലരും ജീവിതത്തിൽ നിത്യജീവിതത്തിൽ വരുന്നുണ്ട്. വലിയ കഥയാണ് ചുരുക്കി പറഞ്ഞാണ്. മറ്റൊന്ന്, സൗദി അറേബ്യയിൽ ഞാൻ ആദ്യമായിട്ട് ഹജ്ജിന് പോയ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞാലേ സംഭവം പറയാണ്. 77 ആദ്യമായിട്ട് ഹജ്ജിന് പോകുമ്പോൾ 27 വയസ്സുള്ളൂ, കിട്ടാൻ വലിയ പ്രയാസം നടക്കടപ്പിക്കാനുള്ളൂ. അങ്ങനെ ചെന്ന് മലയാളി ഗല്ലി എന്ന് പറയും, ഈ മലയാളികൾ മാത്രം ചെന്നപ്പോൾ അങ്ങനെ ഓരോ രാജ്യക്കാർക്കും ചില മേഖലയുണ്ട്, എഴുതപ്പെട്ടെന്നല്ല അത്. അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ മലയാളി ഗല്ലിയുടെ അവിടെയുള്ളൂ. അവിടെ കേരളത്തിൽ നിന്ന് പോയ ഒരു ആൾ കറി തിരിഞ്ഞ് കഷ്ടപ്പെട്ട് പ്രശ്നമൊക്കെ പോയതാണ്. അവിടെ ചെന്ന് സൗദി അറേബ്യ എത്തി, പാകിസ്ഥാൻ വഴി നടന്ന് സൗദി അറേബ്യ ചെന്ന് അവിടുത്തെ പിന്നെന്താണ് പൗരത്വമൊക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ ആളായി നിൽക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇദ്ദേഹത്തെ 2 പോലീസുകാരൊന്ന് കൊണ്ടുപോകണം. എന്തൊരു പേഴ്സ് എടുത്തു എന്നാണ് അങ്ങനെ തെറ്റാൻ. പക്ഷെ അതിൻ്റെ സത്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വലിയ ശിക്ഷയാണെന്ന് അതാത് മേഖല ആൾക്കാർ അറിയാൻ വേണ്ടി, അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യൂല, അറിയാൻ വേണ്ടി. അല്ല, അദ്ദേഹം അത് കള്ളനായിട്ടൊന്നുമില്ല, അതൊരു അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അറിയാവുന്ന ആളെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ചില കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന രീതിയിൽ വേണമെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഓരോ രാജ്യത്തും ചെയ്യാം. അതൊക്കെ അവർ ചെയ്യട്ടെ, നല്ല കാര്യം തന്നെ. ഇവിടെ നമ്മൾ വിവരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലെങ്കിലും യുദ്ധസന്നാഹം നിൽക്കുകയാണ്. നമുക്കധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഒന്നുമല്ല പാകിസ്ഥാൻ. അത് മനസ്സിലാക്കാത്ത കാര്യത്തിൽ പാകിസ്ഥാനും പാകിസ്ഥാൻ ജനങ്ങളുടെ കാര്യം എനിക്ക് സങ്കടം തോന്നാണ്. കുറേ നേതാക്കളുടെ കുറ്റം. ഇന്ത്യയുടെ അടിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് പാകിസ്ഥാനുള്ളത്? ഏതെങ്കിലും നിലയ്ക്ക് ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ലെങ്കിൽ ലോകത്തെ ശക്തികളുടെ സപ്പോർട്ട് ഒന്നുമില്ല. അപ്പം അതൊക്കെ നാശത്തിൻ്റെ പക്കത്താണ് അവർ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ദുഃഖിക്കാനേ പറ്റുള്ളൂ. സൽബുദ്ധി വരട്ടെന്ന് പ്രാർത്ഥിക്കാം. മറ്റത്, ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. പ്രസിഡന്റ് നോമിനേറ്റാണ്. തെരഞ്ഞെടുപ്പ് AICCയും KPCC ഇല്ലായിട്ട് വർഷങ്ങളായി. അതിന് TO ബാബ സാഹിബിൻ്റെ കാലം വരെ ഏതാണ്ട് നാമനിർദ്ദേശം 10 കൊടുക്കും, ഹാളിൽ വിളിച്ചു കൂട്ടും, അവിടെ വെച്ച് എടുക്കുക, അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇല്ല, നോമിനിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവർ വന്നത് കരുണാകരണം AK ആന്റണിയും വയലാർ രവി മത്സരിക്കുന്ന കേസിലായി കരുണാകരൻ്റെ കാലത്ത്. അത് ഭാഗ്യമായിട്ട് നടന്നു. അതിനുശേഷം ഇല്ല, അതൊരു അപാകത തന്നെയാണ്.
മറ്റ് BJP ആയാലും CPM ഒക്കെ ആയാലും എന്തൊക്കെയായാലും കുറ്റപ്പെടുത്തിയാലും മെമ്പർഷിപ്പ് വിതരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാസ് റൂട്ട് പോലും മുകളിലേക്ക് വന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം, അങ്ങനെ വേണ്ടത്. കോൺഗ്രസ് അത്ര ആയിട്ടില്ല, പക്ഷെ അത് വലിയൊരു ജനക്കൂട്ടമാണ്. ഏതായാലും AICCയുടെ തീരുമാനം ഏതാണ്ട് യുക്തമായ രീതിയാണ് എടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അച്ഛനും മകനോട് ഈ കഴുതെ കൊണ്ടുപോയതിൽ എന്ത് ചെയ്താലും പബ്ലിക്കിന് അല്ലെങ്കിൽ ചില ചാനലുകാർക്കൊക്കെ കോൺഗ്രസ് കുറ്റപ്പെടുത്താൻ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇന്നലെ വരെ വെള്ളാപ്പള്ളി പറഞ്ഞു K. മുരളി തന്നെ പ്രസിഡൻ്റാക്ക്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മാറ്റി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ ചാനൽ അല്ലെങ്കിൽ പിന്നെ കൗമുദി ചാനലൊക്കെ എന്തോ ഒരു ദുഃഖസൂചകമായിട്ട് തകരുന്നുള്ള അർത്ഥത്തിലാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഈഴവനെ ആക്കാൻ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈഴ വിഭാഗത്തിൽ എത്ര ശതമാനം വോട്ടുണ്ട് UDF അതുകൂടി മനസ്സിലാക്കണ്ടേ? അടൂർ പ്രകാശിനാക്കിയാലും മുല്ലപ്പള്ളി രാമനാക്കിയാലും V. S. സുധീരനെ ആക്കിയാലും K. സുധാകരനെ ആക്കിയാലും ആരെ ആക്കിയാലും ഈഴ വിഭാഗത്തിൽ നിന്ന് എത്ര ശതമാനം വോട്ട് UDF ഉണ്ട്. അത് UDF നേതാക്കൾ മനസ്സിലാക്കണം, കണക്ക് ഉദ്ധരിച്ചു നോക്കണം, എന്നിട്ട് വിലയിരുത്തണം. അല്ലെങ്കിൽ കർണാടകയിൽ 100 സീറ്റ് ചോദിച്ച് കോൺഗ്രസ് 20 സീറ്റ് ജയിച്ച് ബാക്കി 70 സീറ്റ് തോറ്റുപോയി. കർണാടകയിലെ ബീഹാറിൽ അവസാനം ഭരണം BJP കൊണ്ടുപോയി, അല്ലെങ്കിൽ BJP മുന്നണി കൊണ്ടുപോയി. അങ്ങനെ വരരുത്. പറയുമ്പോൾ എന്തൊരു കാരണമാണ്. നാളെ CPI ഞാൻ പറഞ്ഞു വലിയ കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഈഴവർക്ക് പ്രാതിഥ്യം കൊടുക്കേണ്ടത്. ഈഴവർക്ക് പ്രാതിഥ്യം കൊടുത്താൽ മതി. ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ അവർ ജയിച്ചെടുക്കണ്ടേ? വോട്ട് ചെയ്യേണ്ടവർ. ഇതന്നെ BJP ഏതാണ് BJP ചോദിച്ചു, നിങ്ങൾ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളൊന്നും ഇല്ലാത്ത MP ഇല്ലാത്ത കുറച്ച് ശരിയാണ്. ഞങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ മുസ്ലിം മേഖല നിർത്താൻ പറ്റുള്ളൂ. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യില്ല. അപ്പം ഞങ്ങളിതിനെ ജയിപ്പിക്കും. അപ്പോൾ പണ്ട് കാലത്ത് 2 പേരുണ്ടായതുകൊണ്ട് അത് അന്തക്കാലം, അത് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താലും കുറ്റം മാറി. ഇപ്പം ഏതാണ്ട് ഞങ്ങളുടെയൊക്കെ നിരന്തരമായ നിർദ്ദേശം, അഭ്യർത്ഥനയും ദയവായ്പുള്ള ചോദ്യം പ്രവർത്തനം കണ്ട് ഏതായാലും കോൺഗ്രസ് ആ നിലക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മാന്യമായിട്ട്. അപ്പോൾ MM അസനെ മാറ്റിയപ്പോൾ പകരം ആൾ വന്നില്ല എന്നുള്ളൊരു രീതി വരുന്നുണ്ട്. അത് ഒരു ന്യായമാണ്. ഇന്നിപ്പോൾ അസനെക്കുറിച്ച് ഞങ്ങൾ ധരിക്കാൻ കൂടുതൽ ഒരു ശക്തിധരൻ എന്ന ആൾ പറഞ്ഞായിട്ട് നമ്മുടെ ഷാജഹാൻ, അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാൻ പറഞ്ഞ് മഹാവില്ലാളി വീരനാണ്, ഇന്നത്തെ ഷാഫിയേക്കാൾ വലിയ ശക്തനാണ് എന്നൊക്കെ പറയും. ശരിയായിരിക്കാം, ഞാൻ കുറ്റമൊന്നുമില്ല. ഏതായാലും കാലഘട്ടത്തിന് ഒരു പരിധിയുണ്ടല്ലോ. 10-8 വയസ്സായിട്ടായി കാണുക. അപ്പോൾ ഒന്നും മാറി തെറ്റൊന്നുമില്ല. അപ്പോൾ ചോദിക്കും സുധാകരനെ മാറ്റില്ല, അസനെ മാറ്റി, എന്താണ്? അതും ചോദ്യമാണ്. എങ്കിലും ഇതിന് പകരമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ആളെ എന്നാണ് എറണാകുളം DCC പ്രസിഡൻ്റായത് ഷിഹാസന് 14 ജില്ലകളിൽ ഏറ്റവും നമ്പർ 1 ജില്ല എറണാകുളം ജില്ലയാണ്. ഷിഹാസന് കുഴപ്പമൊന്നുമില്ല ആളത്. അദ്ദേഹത്തെ KPCC ഭാരവാഹിയോ വൈസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആക്കി ഒരു സീറ്റ് കൊടുത്ത് പിന്നെ അസംബ്ലിയിൽ എത്തിക്കാനൊക്കെ പരിപാടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഇനി കോൺഗ്രസ് ചെയ്യേണ്ട വലിയൊരു കാര്യം, അതാണ് ഏറ്റവും വലുതും നിർണായകവും, കോൺഗ്രസിൽ പലർക്കും ചിന്തിക്കാത്ത വിഷയമാണ്. അതാണ് സത്യം. അത് മറ്റൊന്നുമില്ല. ആ മുസ്ലിം ലീഗിനോടുള്ള കോൺഗ്രസിൻ്റെ വിധേയത്വവും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുക്കുന്ന അപ്രമാദിത്വവും. അങ്ങനെ ചെയ്യരുത്. അതാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കേരള ഭരണം വരും എന്ന സംശയം കൊണ്ടാണ് ഈ 2 പ്രാവശ്യം പോയത്. കാരണം സഹിക്കാൻ പറ്റില്ല. മലയാളികളിലെ ബഹുഭൂരിപക്ഷം പേർക്കും, മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഒരു ബഹുഭൂരിപക്ഷം പേർക്കും അത് സഹിക്കാൻ പറ്റില്ല. കാരണം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉപമുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആകാമെന്ന് പറഞ്ഞാൽ അതുണ്ട്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? മുസ്ലിം ലീഗ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കുക. അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത്, കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്, AICC ചെയ്യേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗ് ഘടകകക്ഷിയാണ് കേരളത്തിലെ UDFലെ 2ാം കക്ഷിയാണ്. അതിനൊരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മുസ്ലിം ജനങ്ങളുടെ 1/3 പിന്തുണയുള്ളൂ. 1/3. ബാക്കി 1/3 പുറകിൽ നിൽക്കുകയാണ്, പുറത്ത് നിൽക്കുകയാണ്, കോൺഗ്രസ് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 1/3 ആനുകൂല്യം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 1/3 ആനുകൂല്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. 1/3 ആനുകൂല്യമേ കൊടുക്കാവൂ എന്നുകൂടിയുണ്ട്.
അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് സ്ഥാനം വേണം എന്ന് പറയുമ്പോൾ ആ സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സ്ഥാനമേ കൊടുക്കാവുന്ന കൂടിയുണ്ട്. അതുപോലെ 1/3 ആനുകൂല്യം മുസ്ലിം ലീഗിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1/3 ആനുകൂല്യം കൊടുക്കാവും. അതിനപ്പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ അതിനെ പോകുന്നെങ്ങനെയാണ്? പകുതിയിൽ കൂടുതൽ ആനുകൂല്യം മുസ്ലിം സമുദായത്തിൽ കിട്ടേണ്ട ആനുകൂല്യം പകുതിയിൽ കൂടുതൽ ലീഗിന് കൊടുത്തിട്ട് വെറും തുച്ഛമായ ഒരു ആനുകൂല്യമാണ്, അല്ലെങ്കിൽ പിന്നീട് ആനുകൂല്യമാണ് മറ്റുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞത്. അതാണ് കോൺഗ്രസ് പറ്റിയ ക്ഷീണം. കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ആകെയുള്ള മുസ്ലിങ്ങളിൽ 33%, 1/3 മാത്രമാണ് കോൺഗ്രസിൻ്റെ ലീഗ് അനുഭാവികൾ. അതിൽ തെറ്റില്ല, അതവർ ശക്തരാണ്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന ആനുകൂല്യം 9 കൊടുക്കുന്നെങ്കിൽ 1 നിങ്ങൾ ലീഗിന് കൊടുക്കാവൂ. ബാക്കി 3/2 സ്ഥാനമാനങ്ങളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ലീഗിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. ജനസംഖ്യയ്ക്ക് അനുഭവം കൊടുക്കുമ്പോൾ അതിൽ കോൺഗ്രസ് വീഴ്ച വരുത്തുന്നു. അതിൽ കോൺഗ്രസ് ശ്രദ്ധിക്കുന്നില്ല. അതാണ് കോൺഗ്രസ് തോൽവിയുടെ ഒരു പ്രധാന ഘടകം. ഇപ്പോഴും പ്രത്യേകം പറയുന്നു, ഞാൻ പല പ്രാവശ്യം പറയുന്നത്, എൻ്റെ ഈ സംഭാഷണം മുഴുവൻ കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വിരോധമുള്ളവരും അയക്ക് കേൾക്കുന്ന ചെറിയ ചെറിയ ഭീഷണിയൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ എന്തെങ്കിലും സൂചിപ്പിച്ചു. എന്നെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല. നമ്മൾ പട്ടി കൊരക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്ര ഉദിക്കുമ്പോൾ പട്ടി കൊതിച്ചോ ചന്ദ്ര ഉദിക്കാതിരിക്കില്ലെന്ന് പറയും. നമ്മുടെ വഴിക്ക് മുന്നോട്ട് പോകും സത്യസന്ധമായിട്ട്. അതിൽ ആരെയും എതിർക്കുക, ആരെയും തോൽപ്പിക്കുക, ആരെയും വിമർശമോ ഒന്നും നമുക്ക് ബാധക. ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. ഇനിയാണ് ഈ അന്ത്യനാളുകളിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സത്യത്തിൽ വ്യതിചലിക്കില്ല. ആ കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത്, ഞാൻ പ്രത്യേകം കോൺഗ്രസ് നേതാക്കളോട് പറയാണ്, UDF നേതാക്കളോട് പറയാണ്, കോൺഗ്രസ് നേതാക്കളോട് പറയാണ്, പിന്നെ ACC നേതാക്കളോട് പറയാണ്, മുസ്ലിം ലീഗ് നിങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥിയാണ്, പ്രബല മുന്നണി, 2ാം സ്ഥാനമാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവർ മറ്റ് രീതിയിലൊരു കുഴപ്പക്കാരുമല്ല, വർഗീയവാദി അളിച്ചതൊന്നുമില്ല. പക്ഷെ അവർക്കുള്ള ഒരു ദൂഷം, ആ മുസ്ലിം എന്ന പേര് മാറ്റാത്ത ഒരു ക്ഷീണമുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ പറ്റിയാലാണ് അവർ വളരുള്ളൂ. അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധോദയം ഉണ്ടാകട്ടെ ചിന്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നിർബന്ധമായിട്ട് പറയണം, ഇപ്പം കാലം മാറി, ഇന്ത്യയിൽ പഴയ രീതിയൊന്നുമില്ല, ഒരുപടി മാറ്റം വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരു പരിധി BJP ഭരണമാണ് കൊണ്ടുനടക്കുന്നത്. ഉത്തരവാദി നമ്മൾ തെറ്റായി തോന്നില്ലേ? അതിൻ്റെ കാരണം അത് മനസ്സിലാക്കിയിട്ട് മതേതരത്വത്തിനോ അല്ലെങ്കിൽ ദേശീയതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ദേശീയത മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞാൽ പോലെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് മതേതരം എന്ന് വെച്ചുകൊണ്ട് ആ പേര് മാറ്റിയിട്ട് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വരാവുന്ന ഒരു പേരിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ശക്തിയുക്തം വളരെ വരും. മറ്റുള്ളവർക്ക് നല്ലതാണ്. വേറെ ഒരു കുഴപ്പം അവരെ കൊണ്ടില്ല. മറ്റ് പാർട്ടികൾ കൂടുതൽ അഴിമതിയൊന്നും അവർക്കില്ല. ഒരു വലിയ കുഴപ്പക്കാരുമില്ല, രാജ്യദ്രോഹികളൊന്നുമല്ല. അവർ വളരെ പാവപ്പെട്ട പ്രത്യേക അംഗന്മാർ വർഗ്ഗക്കാർ വളരെ മര്യാദക്കാരും പാവപ്പെട്ടവരും നിസ്വാർത്ഥരുമാണെന്ന് സംശയമില്ല. ഈ ഒരു പേര് മാറ്റണം, അതും അവർക്ക് ബോധമായിട്ടാണ്. എന്നിട്ട് കോൺഗ്രസ് അവരെ ശക്തി മനസ്സിലാക്കിയിട്ട് ശക്തി എത്രയുണ്ടോ അതിനുള്ള പിന്നെന്താണ് ആനുപാതികമായിട്ട് കൊടുക്കണം. ഇന്നത്തെ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ 1/3 മാത്രമാണ് ലീഗിന് ശക്തിയുള്ളത്. അപ്പോൾ കൊടുക്കേണ്ട 3 ഇപ്പോൾ 140 സീറ്റുണ്ടെങ്കിൽ ഒരു 1/3 പറയാം, 33% എന്ന് പറയാം, 40 പോട്ടെ. അപ്പോൾ 140 എത്രയാണ്? 1/3 3×4 12, 3×7 21, 47 സീറ്റ് വരും. 3×1 3×4 12, 100, 3×7 47 സീറ്റ് വരും. ഈ 47 നമുക്കത് 45 ചുരുക്കാം. ആ 45-ന് 15 കൂട്ടാം. അപ്പോൾ ഒരു 15 സീറ്റാണ് ലീഗിന് കൊടുക്കാവുള്ളൂ. പക്ഷേ ഏതായാലും ഈ ലീഗിന് 20 സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറക്കാൻ പറയാൻ പറ്റില്ല, അത് കഴിഞ്ഞുമില്ലേ, അതൊരു കീഴ്വഴക്കം നിൽക്കുകയാണ്. ആ 20 സീറ്റ് കൊടുക്കുക. ബാക്കിയുള്ള 40, 20, 25 സീറ്റ് നിങ്ങൾ ഈ സമുദായത്തിൽ വ്യക്തികൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട്, അതുപോലെ എല്ലാവർക്കും കിട്ടണം. ദളിതിനും കിട്ടണം, നായർക്കും കിട്ടണം, ഈഴവനും കിട്ടും, ഒക്കെ കിട്ടും. പക്ഷേ ഈഴവന് കൊടുക്കാൻ നോക്കി പാർട്ടി കൂടി വോട്ട് ചെയ്യണം. വോട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? വാസ്തവത്തിൽ ഈഴവൻ്റെ പ്രാതിനിധ്യം കോൺഗ്രസ് കുറവിൻ്റെ കാരണം എന്താ? 140 പേരുള്ളിൽ ഒരു സീറ്റാണ് ഈഴവനുള്ള MLA ഉള്ളത്. അത് നമ്മുടെ ബാബു തൃപ്പൂണിത്തുറ. ഇന്നിട്ട് ബാബു ജയിക്കുകയല്ല, അർത്ഥം ജയിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ വരുന്ന അടിസ്ഥാന കാരണം ഇപ്പം അടൂർ പ്രകാശ് കൺവീനറായി വന്നു.
നല്ല കാര്യം തെറ്റൊന്നുമില്ല. പക്ഷെ അടൂർ പ്രകാശ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എവിടെ പോയി നിന്നാലും ജയിച്ചു വരും. രമേശ് എവിടെ പോയി നിന്നാലും ജയിച്ചു വരും. അതുപോരാ, നിങ്ങൾ ജയിച്ചു വന്നാൽ പോരാ, നിങ്ങൾ ജയിപ്പിക്കുന്നവരായിരിക്കണം. അടൂർ പ്രകാശുമായിട്ട് എൻ്റെ ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഈ ഈഴവർ വരാത്തത് അതിൻ്റെ കാരണം നോക്കിയാണ്ടേ ഒരു 50% കൂടുതൽ വേണ്ട, 50% ഈഴവർ കോൺഗ്രസിലേക്ക് വരണ്ടേ, കോൺഗ്രസ് നിൽക്കണ്ടേ? എങ്കിൽ ഈ VM സുധീരനും അടൂർ പ്രകാശനും പിന്നെ സുധാകരനും പിന്നെ വയലാർ ഇപ്പോൾ കുഴപ്പമില്ലേ, ഇവർക്കെല്ലാം ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ കുറേ വർഷങ്ങളായിട്ട്? ഏത് കാലത്താണ് ഈഴും കൊണ്ടുള്ള പണ്ട് കേശുള്ള കാലത്തുകൊണ്ട് അന്ന് ഇത്ര ഒരു ജാതിയൊന്നും വന്നില്ല. ഇന്ന് ജാതി മാത്രം ഉപജാതി നോക്കുന്ന കാലമാണ്. അതങ്ങനെ നശിച്ച കാലമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ വരുമ്പോൾ ഈഴവരിൽ ഒരു 50% കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാക്കിയെടുക്കണം. അതിപ്പോൾ അടൂർ പ്രകാശിന്റെ കടമയാണ്. അടൂർ പ്രകാശിനെ APC പ്രസിഡന്റാക്കി നോക്കിയപ്പോൾ VM സുധീരൻ പറഞ്ഞ് അദ്ദേഹം അബ്കാരി ബിസിനസ്സാണ്, അതോട് പറ്റില്ല. ഒരു പരിധി ശരിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് നോക്കിയിട്ട് കാര്യമുണ്ടോ? അച്ഛന്മാർ മദ്യം വിഷമാണ്, വിഷം മദ്യമാണെന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ടത് സർക്കാർ കാശ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു സംഘടനയുടെ ഉദ്ഘാടനം അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസാദികരാണ് അബ്കാരി കോൺട്രാക്ടർ, അബ്കാരി നേതാക്കളാണ്. അതാണ് രാഷ്ട്രീയം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ചെയ്താൽ പോരാ. നിങ്ങൾ ഇപ്പോൾ ഈ പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, വിഷം, അത് വളരെ കാര്യമായിട്ട് നോക്കണം. അത് മാത്രമല്ല, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വാർഡിൽ വോട്ടേജ് ലിസ്റ്റിൽ ഒരു വോട്ടേജ് ലിസ്റ്റ് BJP ചെയ്ത് കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പേജിന് ഒരു മെയിൻ ആളും 12 സഹപ്രവർത്തകരുമാണ്. BJP ചെയ്യുന്നത് വോട്ടേജ് ലിസ്റ്റിലെ ഒരു പേജിന് ഒരു വശത്തിന് ഒരു മെയിൻ ആളും 12 സഹപ്രവർത്തകരും. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവരെ കുറ്റം വരുന്നുള്ള BJP അവരെത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്, എത്ര പ്ലാനിങ് ആണ്. ഒരു പേജിൽ 10 എന്നാൽ 48, 50 പേരേ ഉണ്ടാവുള്ളൂ. 50 പേര് എന്ന് പറഞ്ഞാൽ ഒരു 4 പേര് വെച്ചാൽ 10-12 കുടുംബമുള്ളൂ. 10-12 കുടുംബത്തിന് ഒരാളെ വച്ചിരിക്കുകയാണ് മെയിനായിട്ട്. അതിന് സഹായിക്കാനും 12 പേര് വേറെയും. ആ പോളിസി ശരിയല്ലേ? അത് കുറ്റം പറയാൻ പറ്റുമോ? ഈ പോളിസി ഞങ്ങൾ ആദ്യമായിട്ട്, ഞാൻ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ 1988 1988 ഞാൻ വാഴക്കുളം പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ ഞങ്ങളൊരു പേജിനല്ല, ഒരു ഷീറ്റ് 2 പേജ് ഒരാളെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് അത്രയൊക്കെ ഉള്ളൂ. അത് കുറച്ച് ഡെവലപ്പ് ചെയ്താണ് ഒരു പേജിന് ഒരാളെ ആക്കിയത്. അതുപോലെ നിങ്ങൾ ചെയ്യണം, 2 കാര്യം ചെയ്യണം. ഇപ്പോൾ വേറെ കാര്യം പറഞ്ഞു, അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വലിയ കാര്യം പറഞ്ഞു. പണ്ട് സഖാക്കള് വോട്ട് ഇരട്ടിപ്പുകളുണ്ട് ആറ്റുകളിൽ. അത് പുള്ളി ശ്രമിച്ച് എല്ലാ ഇരട്ടിപ്പ് മാറ്റി, കള്ളവോട്ട് മാറ്റി ഒക്കെ മാറ്റി. അങ്ങനെയാണ് പുള്ളി ചെറിയ വോട്ട് ജയിച്ചതെന്ന് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ എല്ലാ വാർഡിലും ചെയ്യണം. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വാർഡിൽ എൻ്റെ മണ്ഡലത്തിൽ മാത്രം നോക്കിയാൽ പോരാ. അതിന് സ്വാർത്ഥത എന്ന് പറയുന്നത്, കഴിവെന്നല്ല പറഞ്ഞത്. സ്വാർത്ഥ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വാർഡിലും ഇപ്പോഴത്തെ കൺവീനർ സ്ഥാനം കിട്ടി, ഒരു കുഴപ്പം, നല്ല സ്ഥാനമാണ്. കാരണം KPC പ്രസിഡൻ്റായി, പ്രതിപക്ഷത്തിൻ്റെ നേതാവായി. പ്രതിപക്ഷ നേതാവ് തന്നെയാണല്ലോ ഇപ്പോൾ UDFിൻ്റെ കൺവീനർ, ചെയർമാൻ. അതാണല്ലോ സതീശൻ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ നല്ല സ്ഥാനമാണ്. അടൂർ പ്രകാശിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. 2 ഉത്തരവാദിത്തമാണ്. ഒന്ന്, നിങ്ങൾ ഈഴവരെ പരമാവധി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ നോക്കണം. പരമാവധി ഒരു 50% പേരെങ്കിലും കൊണ്ടുവരും. CPM കൊണ്ടുവരും, BJP കൊണ്ടുവരും. മറ്റത് എല്ലാ വാർഡിലും വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്യണം, മൾട്ടിപ്പിൾ കളയണം, ചേർക്കണം. എന്നിട്ട് ഈ ഒരു ഷീറ്റിന് ഒരാളെ വെച്ചാൽ അത് കോൺഗ്രസ് ഈസിയാണത്. ഇപ്പം ഞങ്ങളുടെ പാർട്ടി നോക്കാൻ ബുദ്ധിമുട്ടാണ്, കോൺഗ്രസ് ഈസിയാണ്. അങ്ങനെ ചെയ്ത് ക്ലിയറാക്കി പഠിക്കുക. അപ്പോൾ എന്നിട്ട് ആ ഒരു മണ്ഡലത്തിൽ ആരെ വോട്ട് ചെയ്യേണ്ടത്, എങ്ങനെ പോകുന്നതൊക്കെ കൃത്യമായി അറിയാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോയാൽ, ആ ഒരു സ്ഥിതിയിൽ പോയാൽ കോൺഗ്രസും UDFും സുരക്ഷിതമാണ്, ജയിക്കും. മറ്റൊന്ന്, ഇതിന് സമയമുണ്ട്. ഇനി അതേ സമയം 5-6 മാസമുള്ള പഞ്ചായത്ത് ഇലക്ഷൻ ഡിസംബറിൽ മുമ്പായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ കമ്മിറ്റി കൂടി വാർഡ് സ്ഥാനാർത്ഥി നിശ്ചയിക്കണം. ഇനി 6 മാസം പോലും ഇല്ല.
കോൺഗ്രസ്സുകാരെ UDFകാരെ ഞാൻ നിങ്ങളോട് പറയണേ, ഇനി 6 മാസം പോലും ഇല്ല പഞ്ചായത്ത് ഇലക്ഷൻ. ഡിസംബറിലാണെങ്കിൽ ഇത് മെയ് ആയില്ലേ. ഇനി അടിയന്തരമായിട്ട്, അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ. ഇപ്പം നമ്മൾ യുദ്ധകാലം നിൽക്കുകയാണ്. യുദ്ധകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി, യൂണിറ്റിൽ മെമ്പർഷിപ്പ് ചേർക്കുക, വോട്ടേഴ്സ് ചേർത്ത് ഒക്കെ ഇല്ലാത്തത് കളഞ്ഞും ഉള്ളോട് ചേർത്തും ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ സ്റ്റാർട്ട് ഓർലെക്സ്. തള്ളിക്കളെ സ്വീകരിക്കുക, അധിക പരിപാടി തള്ളിക്കളണം, ഇല്ലെങ്കിൽ സ്വീകരിക്കണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഈ മറ്റേ ഇവർ പറയും പോലെ ശുഭമാണെന്നേ, ഒരു കുഴപ്പമില്ല, വളരെ അനുകൂലമാണ്. അനുകൂലമായത് 2-3 കാര്യം. ഇന്നിപ്പോൾ ജയശങ്കർ വക്കീൽ പറയും, ഇന്ന് പുള്ളിക്ക് പനിയുടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, കോളിൻ്റെ ലക്ഷണമുണ്ട്. ഇപ്പോൾ നല്ല പറയട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് അനുകൂലമായ വലിയ ഘടകമാണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം. പിണറായി സഖാവിനും പാർട്ടിയും ജനങ്ങൾ അത്ര കണ്ട് വെറുത്ത് അകന്ന് നിൽക്കുകയാണ്. പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കോൺഗ്രസിനും കൂടി സാധിച്ചില്ലെങ്കിൽ, UDFനും കൂടി സാധിച്ചില്ലെങ്കിൽ കഷ്ടമേ എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ BJP കൊണ്ടുപോകാൻ നോക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചെയ്യുക. മറ്റൊന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം. പ്രകാശ്, ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം. അത് അമാന്തം വിചാരിക്കരുത്. ഇപ്പോഴേ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി വയ്ക്കണം. അത് 2 സ്ഥാനാർത്ഥി വയ്ക്കരുത്. അതൊക്കെ പിന്നെ ഒറ്റ സ്ഥാനാർത്ഥി നടത്തണം. ഒരു വാർഡിൽ ഓൺലി 1 കാൻഡിഡേറ്റ്. 2 പേര് കൊടുത്താൽ അവർ 2 പേര് പിന്നെ മത്സരാവില്ലേ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹത്താൽ ദൈവാനുഗ്രഹം നാട്ടുകാരൊക്കെ സാധനം നിങ്ങൾക്ക് UDF നിങ്ങൾ ഭയപ്പെടാനില്ല. നിങ്ങൾ സുരക്ഷിതമാണ്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് അനുകൂലമായ മറ്റൊരു വലിയ ഘടകം ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന പോലെ, ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് കിട്ടുന്നത് ഇന്ത്യയിലെ 20% വരുന്ന 30 കോടിയോളം മുസ്ലിങ്ങളുടെ മുഴുവൻ 99.9% സപ്പോർട്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കാണ്. അപ്പോൾ കേരളത്തിലേത് 40% വരുന്ന മുസ്ലിങ്ങളിൽ 97%-ും UDFന് അവർ തന്നെ വന്ന് വോട്ട് ചെയ്യും. കുഴപ്പമില്ല. അങ്ങനെ അതൊരു വലിയ ബോണസല്ലേ, UDFനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമല്ലേ. അത് ഞാൻ വീണ്ടും പറയാണ്. കാരണം എൻ്റെ ഇതൊക്കെ AK സെന്ററിലേക്ക് പോവാണ്. വീണ്ടും പറഞ്ഞത് അത് UDF നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, LDFന് കഴിവുകൊണ്ടല്ല. പക്ഷെ LDF നിലനിൽക്കണം, UDF അധികാരത്തിൽ വരണം. UDF അധികാരത്തിൽ വന്നാൽ മാത്രമേ LDF നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരാതെ ചെയ്താൽ LDF ഭരണം കിട്ടും, അതോടെ തീരും. അതായത് പശ്ചിമബംഗാളിൽ 35 വർഷം, മറ്റേ ത്രിപുര പോകാൻ 20 വർഷം, ഇവിടെ 15 വർഷം മതി. അപ്പോൾ കേരളത്തിലും പോകും. അതുകൊണ്ട് വോട്ടർമാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് നശിക്കുന്ന അപകടമാണ് കേരളത്തിലും. കമ്മ്യൂണിസ്റ്റ് നിലനിൽക്കണം, കമ്മ്യൂണിസ്റ്റ് മുന്നണി നിലനിൽക്കണം, LDF നിലനിൽക്കണം. അതിന് അവർ തീരുമാനിച്ചാൽ UDF ഇത്തരം ജയിപ്പിക്കുക. അത് UDFന് മഹത്വം കൊണ്ടല്ല എന്ന് പ്രത്യേകം പറയാണ്. പക്ഷേ LDFന് മോശം കൊണ്ടുമല്ല. അതാണ് സാഹചര്യം. അത് നിലനിൽപ്പിന് വിഷയമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ അനുകൂലമായ ഘടകങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDFനും ഉണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ശുഭലക്ഷണമാണ്, ഒരു സംശയമില്ല. അതിൽ ചെയ്യാനുള്ളത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്, ഇപ്പോൾ ചില സമുദായത്തിൽ ഇപ്പോൾ കൂടുതൽ കുഴപ്പമില്ല, കൊടുക്കട്ടെ, എങ്കിലും മറ്റുള്ളവർക്ക് തീരെ കുറയരുത്. അതിൻ്റെ വ്യത്യാസം ഉള്ളതെന്ന് ഇല്ലാത്ത പോലെ വ്യത്യാസം കുറക്കണമെന്ന് പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, വിടവ് നികത്തായിട്ട്. ഇന്നിപ്പോൾ എന്താണ്, ഉള്ളവന് വളരെ ഉയരത്തിലാണ്. ഇന്ദിരാഗാന്ധി കാലത്തേക്കാൾ എത്രയോ സമ്പന്നന്മാർ കൂടി, പക്ഷെ ഇല്ലാത്തവനും അത്ര കണ്ട് താഴോട്ട് പോയി. അതങ്ങനെ പാടില്ല, വ്യത്യാസം കുറക്കണം. അപ്പോൾ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സംഖ്യ കൊടുക്കുക. അതിലൊരു 10-20% വ്യത്യാസം വരാം. അല്ലാതെ 2-3 ഇരട്ടി കൊടുത്താൽ അത് ശരിയല്ലെന്ന് മാത്രമല്ല, തല്ലുകൊള്ളൂ. കോൺഗ്രസ് ആയാലും കൊള്ളും, ലീഗ് ആയാലും കൊള്ളും. അപ്പോൾ മുസ്ലിം ലീഗോട് നിങ്ങൾ പേരും മാറ്റിക്കണം, പിന്നെ ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കണം, UDF വോട്ടേഴ്സ് പേരിയേർക്കണം, സ്ഥാനാർത്ഥി ഇപ്പം നിശ്ചയിക്കണം. പിന്നെ ബ്ലോക്കായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശുഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തു. 1000 നന്ദി. ജയ് ഹിന്ദ്.